ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ബിഗ് ബോസ് മലയാളം സീസൺ 7 12ാമത്തെ എപ്പിസോഡാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഇന്നലെ നമ്മുടെ ജിസേലിൻ്റെ മേക്കപ്പാണ് കൂടുതലും വിഷയമായിരുന്നെങ്കിൽ ഇന്ന് അതിൻ്റെ ബാക്കി തന്നെയായിരുന്നു. അതിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെയാണ് ആദ്യം തന്നെ നമ്മുടെ ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ സ്റ്റാർട്ടാകുമ്പോൾ തന്നെ വരുന്നത്. കാരണം അനിമോൾ ആൻറ്റി കുറേ ഗേൾസൊക്കെ കൂടി ലേഡീസ് എല്ലാവരും കൂടി ഇരുന്നിട്ട് പറയുന്നുണ്ട്, ഈ ജിസേൽ എവിടെയായിരിക്കും ഈ മേക്കപ്പ് ഒളിപ്പിച്ചു വയ്ക്കുന്നത്, ഞാൻ അവിടെ നോക്കി ഇവിടെ നോക്കി എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ. ജിസേലാണെങ്കിൽ ഇത് എവിടെ ഒളിപ്പിച്ചു വെക്കണുണ്ടെന്ന് അനിമോൾ ആൻഡ് ടീമിന് മനസ്സിലാവുന്നുണ്ട്. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ, ഇന്ന് ഞാൻ അനിമോളെ ഡിറ്റക്റ്റീവ് അനിമോൾ എന്നേ പറയുള്ളൂ. കാരണം എന്താണെന്ന് അറിയണ്ടേ, അത് വഴിയേ പറയാം. ജിസേൽ ചെന്ന് ഒനിയൻ സാബുവിൻ്റെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ ഒന്നുമില്ല മേക്കപ്പ് സാധനങ്ങൾ, എല്ലാവരും കൂടി എന്നെ മോശമാക്കാൻ വേണ്ടിയിട്ട് നടക്കണേണ്, എൻ്റെ ബാഗൊക്കെ പരിശോധിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സാബു പറയുന്നുണ്ട്, ജിസേലിൻ്റെ കയ്യിൽ ഒന്നും ഇല്ലല്ലോ, അപ്പം പിന്നെ പേടിക്കണ്ട എന്നും പറയുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് ഒരു ടാസ്ക് ആയിരുന്നു, അതായത് പകൽ കൊള്ള. ബാഡ്ജ് കിട്ടിയ 3 പേര് അവിടെ ഉണ്ടായിരുന്നു. അവരുടെ 3 പേരുടെയും ബാഡ്ജ് പുറത്ത് കൊണ്ടുവന്നിട്ട് ഒരു ചെറിയ വട്ടത്തിൽ വെക്കുക. അതിനുശേഷം വലിയൊരു വട്ടത്തിന് ചുറ്റും എല്ലാവരും ചുറ്റും കൂടി നിൽക്കുക. അത് എന്നിട്ട് സൈറൻ മുഴങ്ങുമ്പോൾ അല്ലെങ്കിൽ ബസർ അടിക്കുമ്പോൾ ഓടിച്ചെന്ന് ഈ ബാഡ്ജ് എടുക്കുന്ന ആദ്യത്തെ ആ 3 പേരുണ്ടല്ലോ, ആ 3 പേർക്ക് വസ്ത്രങ്ങൾ ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. അവിടെ ബസർ അടിക്കുന്നു, എല്ലാവരും പങ്കെടുക്കുന്നു. നമ്മുടെ ആര്യന്, ഷാനവാസിന്, ജിസേലിന്, ഇവർക്ക് 3 പേർക്കുമാണ് നമ്മുടെ ബാഡ്ജ് കിട്ടുന്നത്. പക്ഷെ നമ്മുടെ ബിഗ് ബോസ് ഉണ്ടല്ലോ, ബിഗ് ബോസ് പറഞ്ഞു ജിസേലിന് കിട്ടാൻ പറ്റില്ല, ഉപയോഗിക്കാൻ പറ്റില്ല, അത് വേറൊരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാം, കൈമാറാം എന്ന് പറഞ്ഞപ്പോൾ അത് നമ്മുടെ അഭിലാഷിന് കൊടുക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കിച്ചണിലാണ്. എല്ലാവർക്കും ഗോതമ്പ് ദോശ, അതിൽ കുറച്ച് മധുരം ഇട്ടിട്ട് വെറുതെ ഗോതമ്പ് ദോശ 2 വീതമാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. നമ്മുടെ ജിസേൽ മാത്രം അതിൽ എന്തോ ഉരുളക്കിഴങ്ങ് എന്തൊക്കെ ഇട്ട് ഒരു ചപ്പാത്തി പോലെ ആക്കി കഴിക്കുന്നുണ്ട്. അതിനവിടെ ഭയങ്കര പ്രതിഷേധം വരുന്നുണ്ട്. അപ്പാനി പറയുന്നുണ്ട്, അനീഷിനോട് പറയുന്നുണ്ട്, നിങ്ങളൊരു കിച്ചൺ ക്യാപ്റ്റനായിട്ട് ഒരേപോലത്തെ ഭക്ഷണം കൊടുക്കണം, എന്നിട്ട് ജിസേലിന് മാത്രം എന്താണ് പ്രത്യേകത, അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ ഒരുപാട് ബഹളം ഉണ്ടാകുന്നുണ്ട്. ഈ എപ്പിസോഡിൽ ഇത്തിരി മാത്രമേ കാണിക്കുന്നുള്ളൂ, ലൈവിൽ കുറേ നേരം ഉണ്ട് കേട്ടോ ഈ പ്രശ്നങ്ങളൊക്കെ. പിന്നെ നമ്മുടെ അനിമോള് ഡിക്റ്റേറ്റീവ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജിസേൽ എവിടെയോ മേക്കപ്പ് സാധനങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് അനുവിനെ അറിയാം. അനു അതൊക്കെ തപ്പി നടക്കുന്നുണ്ട്. പിന്നീട് ആദില നൂറ നമ്മുടെ അനിമോളി ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ജിസേൽ വന്ന് പറയുന്നുണ്ട്, എൻ്റെ ഡ്രോയറൊന്നും തുറക്കരുത്, ഇതൊക്കെ തുറക്കണത് കള്ളിയാണ്, നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്തുകൂടായിരുന്നോ, എൻ്റെ ഡ്രോയർ തുറക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ആദിലി നൂറയും പറയുന്നുണ്ട്, തുറക്കണ ഞങ്ങൾ കണ്ടില്ല, അടക്കണേ കണ്ടുള്ളൂ, ഒന്നും ഇല്ല, ഒന്നും ചെയ്തില്ല എന്നൊക്കെ അവർ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ജിസേൽ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ആ അനിമോൾ എന്തോ ഈ ജിസേലിൻ്റെ തട്ടിപ്പ് കണ്ടുപിടിക്കാൻ നടക്കണമെന്ന് ജിസേലിന് കത്തിയിട്ടുണ്ട്. ഷാനവാസം ഒന്ന് പറയുന്നുണ്ട് അനിമോളോട്, അനു നീ പബ്ലിക്കായിട്ട് പരിശോധിച്ചാൽ പ്രശ്നമില്ല, നീ ആരും കാണാതെ പോയാണ് നീ ജിസേലിന്റെ ബാഗ് തപ്പണമെങ്കിൽ അത് പ്രശ്നമാകും എന്ന് പറയുന്നുണ്ട്. പക്ഷെ അനു പറയുന്നുണ്ട്, ബിഗ് ബോസ് കാണുന്നുണ്ടല്ലോ, ക്യാമറ കാണുന്നുണ്ടല്ലോ, എനിക്കത് മതി എന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് അനുമോളോട് പ്രത്യേക ഇഷ്ടം തോന്നി. കാരണം ആ ബിഗ് ബോസ് ഹൗസിൽ ഇതിനെ കുറിച്ച് കൂടുതൽ ഇത് കണ്ടുപിടിക്കണം എന്നുള്ള ഒരു ഡിറ്റക്റ്റീവ് മൈൻഡോടുകൂടി നിന്നത് അനു മാത്രമാണ്. പിന്നീട് നമ്മുടെ ഷൈത്യനോട് അനുമോൾ ഇത് പറയുന്നുണ്ട്, ആരും മനസ്സിലാക്കുന്നില്ല, ഇത് ജിസേലിനോട് ആരും ചോദിക്കുന്നില്ല, ഇത് തന്നെയാണ് അനുവിൻ്റെ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത്, ജിസേലിൻ്റെ മേക്കപ്പ് ആണ്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് ആരും എന്താണ് ജിസേലിനോട് ചോദിക്കാത്തത് എന്ന് പറഞ്ഞാൽ അനു നല്ലോണം കരയുണ്ട്. അന്നേരം ഷൈത്യ പറയുന്നുണ്ട്, നിനക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിന്റെ തലയിൽ വരുന്നത് അല്ലെങ്കിൽ നിനക്ക് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നീ കുറച്ചുകൂടി സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ ഒരു ധൈര്യം കൊടുക്കുന്നുണ്ട്. അടുത്തത് 3ാമത്തെ ടാസ്ക്കാണ്. ഇന്നലെ 2 ടാസ്ക് കഴിഞ്ഞു, ഇന്ന് 3ാമത്തെ ടാസ്ക്കാണ്. അത് മിഡ് വീക്ക് സസ്പെൻഷനിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു ടാസ്ക്കാണ്. ഈ 6 പേരുടെയും പ്രതിനിധികളായ 2 പേർ വീതം അവരുടെ ഡാൻസ്, പാട്ട്, അങ്ങനെ എന്ത് ആക്ടിവിറ്റീസും ഒരു നിശ്ചിത സമയം ബിഗ് ബോസ് കൊടുത്തതിനുള്ളിൽ വെച്ച് തന്നെ ചെയ്യാനായിട്ട് നിർദ്ദേശിക്കുന്നു. അതിന് പറ്റിയ പാട്ടുകളെല്ലാം ബിഗ് ബോസ് ഒരു പേപ്പറിലേക്ക് കൊടുക്കുന്നുണ്ട്. ആ 2 പേർക്ക് പങ്കെടുക്കാം, മത്സരിക്കാം. അതിൽ ജയിക്കുന്നത് ആരാണെന്നുള്ളത് ഈ നോമിനേഷനുള്ള 6 പേര് തന്നെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. വാശിയേറിയ മത്സരമായിരുന്നു. എല്ലാവരും ഒന്നിനൊന്നും മെച്ചമായിട്ട് പങ്കെടുത്തു. പക്ഷേ ഇതിൽ മാർക്കിടാൻ നേരത്ത് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അവസാനം അവർ മത്സരിച്ച നമ്മുടെ ഫസ്റ്റായിട്ട് നമ്മൾ മത്സരിച്ചത് സരികയുടെ ടീമായ കലാഭവൻ സരികയുടെ ടീമായ അക്ബറിനും അനുവിനും 1ാം സ്ഥാനം കൊടുത്തു. 2ാം സ്ഥാനം രേണുവിൻ്റെ പ്രതിനിധികളായ ഷാനവാസിനും നെവിനും 2ാം സ്ഥാനം കൊടുത്തു. 3ാം സ്ഥാനം ഒനിയൽ സാബുവിൻ്റെ ടീമായ ആര്യനും
ജിസേലിനും കൊടുത്തു. 4ാം സ്ഥാനം അപ്പാനി ശരത്തിന് റെനയുടെ ടീമാണ്. 5ാം സ്ഥാനം അനീഷിന്റെ ടീമായ ശൈത്യക്കും ആദില നൂറയ്ക്കും കൊടുത്തു. അതിൽ ശാരികയുടെ ടീം ഉണ്ടായിരുന്നു. അത് നമ്മുടെ അഭിലാഷും അതേപോലെ തന്നെ ബിൻസിയുമായിരുന്നു. പക്ഷേ നമ്മുടെ ബിഗ് ബോസ് കൊടുത്ത പാട്ടുകളിൽ പെടാത്ത ഒരു പാട്ടാണ് ബിൻസി പാടിയത്. അതുകൊണ്ട് തന്നെ ആ ടീമിനെ ഡിസ്ക്വാളിഫൈഡ് ചെയ്തു, 0 പോയിന്റ് കൊടുത്തു. ഈ മത്സരമൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പാനി ശരത്ത് പറയുന്നുണ്ട് ഇതിന്റെ വിജയികളെ കണ്ടെത്തിയത് ശരിയല്ല എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ശൈത്യം നന്നായിട്ട് കരയുന്നുണ്ട് കേട്ടോ. കാരണം അത്രയ്ക്കും ഹാർഡ് വർക്ക് തന്നെ ചെയ്താണ് ശൈത്യം നൂറ് ആ ഡാൻസ് ഒക്കെ കളിച്ചത്. എനിക്കും തോന്നുന്നു ഒരു 3ാം സ്ഥാനം അവർക്ക് കൊടുക്കായിരുന്നു, അവർക്കോ അല്ലെങ്കിൽ ശരത്തിനോ കൊടുക്കായിരുന്നു. അത് ആര്യ ജിസേലിന് കൊടുത്തത് അത്രയും ശരിയായില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ അത് ലൈവിൽ ആ ഗെയിം കണ്ടതായിരുന്നു. എനിക്ക് കുറച്ചും കൂടി തോന്നിയത് ഈ ആദില നൂറ ആൻഡ് ശൈത്യ ടീമിനും അല്ലെങ്കിൽ അപ്പാനി ശരത്തിനുമായിരുന്നു. അപ്പാനി ശരത്ത് ആൻഡ് ബിന്നി അവർ നന്നായിട്ട് പെർഫോം ചെയ്തായിരുന്നു, അവർക്ക് കൊടുക്കായിരുന്നു. ആദില നൂറ നന്നായിട്ട് വിഷമിച്ചിരിക്കുന്നുണ്ട്. നമ്മുടെ അനീഷ് പറയുന്നുണ്ട്, അനീഷിന്റെ ടീമായിരുന്നല്ലോ ആദില നൂറ ശൈത്യ. അപ്പോൾ അനീഷ് പറയുന്നുണ്ട് നിങ്ങൾ നന്നായി പെർഫോം ചെയ്തു, ഞാനായതുകൊണ്ടാണ് അവരെന്നെ ജയിപ്പിക്കാതിരുന്നത്, അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ജയിച്ചു പോയേനെ. അതൊരു സത്യമായ കാര്യമാണ്. കാരണം അനീഷിനെ ജയിപ്പിക്കരുത് എന്ന് മറ്റുള്ള ടീമിലുള്ളവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത്ര നല്ല പെർഫോമൻസ് നടത്തിയിട്ടും അനീഷ് ഉള്ളതിൻ്റെ പേരിൽ തന്നെ ആയിരിക്കാം ആ ടീമിനെ മുമ്പിലേക്ക് അല്ലെങ്കിൽ ഒരു തേർഡ് പൊസിഷനിലേക്ക് കൊണ്ടുവരാണ്ടിരുന്നത്. അടുത്തായിട്ട് നമ്മുടെ അനിമോൾ ആൻഡ് ടീം ക്രീം എടുത്തുകൊണ്ട് വന്ന് ബിഗ് ബോസിന്റെ ക്യാമറയിൽ കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ബിഗ് ബോസ് ഇത് ഒരു ക്രീമാണ്, ഇത് നമ്മുടെ ആര്യന്റെ ബാഗിൽ നിന്ന് കിട്ടിയതാണ്, പക്ഷെ ഇത് ജിസേലാണ് ഉപയോഗിക്കുന്നത് എന്നാണ് തോന്നുന്നത് എന്ന് പറയുന്നുണ്ട്. അത് ആര്യൻ്റെ ആണോ ജിസേലിൻ്റെ ആണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അനുമോള് ചെന്നിട്ട് ആര്യനോട് ചോദിക്കുന്നുണ്ട് ഇതെന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് ക്രീമാണ് എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. ആര്യൻ പറയുന്നുണ്ട് നിന്റെ ആണോ എന്ന് ചോദിച്ചപ്പോൾ ഇതെൻ്റെ അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവസാനം അവിടെ കിടന്ന് ഉരുളനുണ്ട്. കാരണം ആര്യൻ്റെ ഫ്രണ്ടാണല്ലോ ജിസേലിനെ രക്ഷപ്പെടുത്താൻ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആര്യൻ ശ്രമിക്കുന്നത് നമുക്ക് മനസ്സിലാകും. അന്നേരം അനുമോള് പറയുന്നുണ്ട് നിന്റെ ബാഗിൽ നിന്നും, അതായത് ആര്യൻ്റെ ബാഗിൽ നിന്നും ജിസേല് ഈ ക്രീം കൊണ്ടുപോയി ബാത്റൂമിൽ വെക്കുന്നത് ഞാൻ കണ്ടിരുന്നു എന്ന് നമ്മുടെ അനുമോള് പറയുന്നുണ്ട്. ജിസേലിന് ആകെ ടെൻഷനായി. അനുമോൾ ഇത് കണ്ടുപിടിച്ചത് മനസ്സിലായപ്പോഴേക്കും നോണയാണോ സത്യമാണോ നമുക്ക് അറിയില്ല. ഇനി ചിലപ്പോൾ ഒരു പക്ഷേ ഈ ആഴ്ച നമ്മുടെ ലാലേട്ടൻ വരുമ്പോൾ ലാലേട്ടൻ ചിലപ്പോൾ ക്യാമറയിൽ നമ്മളെ കാണിക്കുമായിരിക്കും ഇതെന്താണ് സംഭവം എന്നുള്ളത്. നമുക്കിപ്പോൾ അനുമോള് വെച്ച് നോക്കിയിട്ട് ജിസേലിൻ്റെ തന്നെയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ജിസേലാണെങ്കിൽ ഒച്ചെടുക്കുന്നുണ്ട്, ചീത്ത പറയുന്നുണ്ട്, ഒരു മോശമായ വാക്ക് പറഞ്ഞ് സൈക്കോ എന്നാക്കി അതിന് മുമ്പിൽ ചീത്ത വാക്കാണ് പറയുന്നത്. അത് പറഞ്ഞിട്ട് സൈക്കോ എന്ന അനുവിനെ വിളിക്കുന്നുണ്ട്. നമ്മുടെ ഈ സംഭവങ്ങളൊക്കെ നടന്നതിന് ശേഷം ശൈത്യയും അനുമോളും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അനുമോള് പറയുന്നുണ്ട് ഈ വീട്ടിലെ ആണുങ്ങൾക്കൊക്കെ എന്ത് പറ്റി, ഇവരൊക്കെ എന്താ മൊണ്ണന്മാരാണ്, ഇവരൊന്നും എന്താണ് ഈ ജിസേലിൻ്റെ അടുത്ത് ഇതൊന്നും ചോദിക്കാത്ത, ജിസേലിനെ പേടിയാണ് ഇവർക്ക്. ആകെ ഒരു ആളുണ്ട് അഭിലാഷ്, അഭി മാത്രം എന്തെങ്കിലും എതിർത്ത് സംസാരിക്കുന്നുണ്ട്, ബാക്കിയുള്ള ആണുങ്ങളൊന്നും സംസാരിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് സത്യമാണ് കേട്ടോ. നമ്മുടെ അടുത്തതാണ് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന ടാസ്ക്. ഈ ടാസ്കിലും കൂടി മാർക്ക് നോക്കിയിട്ടാണ് ഡെഡ് സോണിൽ ആര് പോകണം എന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ നോമിനേഷനിൽ വന്ന 6 പേരും നേരിട്ട് വേണം ഈ മത്സരത്തിൽ പങ്കെടുക്കേണ്ടത്. ബിഗ് ബോസ് പറയുന്നുണ്ട് പുറത്ത് ഒരു ഗ്രീൻ ബട്ടൺ വെച്ചിട്ടുണ്ട്. ആ ഗ്രീൻ ബട്ടൺ പോയി ആദ്യം അമർത്തുന്നവർക്ക് അവിടെ ഒരു ബൗളിൽ പച്ച ബോളുകൾ ഇരിക്കുന്നുണ്ട്. ആരുടെ ബൗളിൽ നിന്നാണ് ഈ ബോൾ എടുക്കേണ്ടതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ ബസർ അടിക്കുന്നുണ്ട്, ഈ പച്ചയിൽ അമർത്തുന്നുണ്ട്. അവസാനം നമ്മുടെ അനീഷിനോട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് അനീഷിനെ ആരുടെ ബോളുകളാണ് എടുക്കേണ്ടത്. അനീഷ് പറഞ്ഞു ഒനിയൽ സാബുവിൻ്റെ ബോളാണ് എനിക്ക് എടുക്കേണ്ടത്. അത് കൃത്യം 7 സെക്കൻഡിനുള്ളിൽ അവിടെ നിന്നും ഇപ്പുറത്ത് വന്ന് ബോൾ എടുത്ത് കറക്റ്റായിട്ട് അനീഷിൻ്റെ ബൗളിൽ കൊണ്ടുപോയിട്ടാൽ മാത്രമേ അന്വേഷണത്തിൽ ജയിക്കുകയുള്ളൂ. അങ്ങനെ സൈറൻ മുഴങ്ങുന്നു, അവിടെ അനീഷ് ഓടി വരുന്നു, അതിൽ നിന്ന് ബോൾ എടുക്കുന്നു, തിരിച്ച് അനീഷിൻ്റെ ബൗളിൽ കൊണ്ട് ഇതിടുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് 7 സെക്കൻഡായത്, അനീഷ് ജയിക്കുന്നു. അങ്ങനെ നമ്മുടെ ഡെഡ് സോണിൽ പുറത്തേക്ക് പോകാൻ പോകുന്നത് ശാരികയും ഒനിയൽ സാബുവുമാണ്. അവരോട് നമ്മുടെ ബിഗ് ബോസ് പറയുന്നുണ്ട് പ്രധാന വാതിലിലൂടെ നിങ്ങൾ 2 പേരും പുറത്തേക്ക് വരിക എന്ന് പറയുന്നുണ്ട്. അവർ പോയതിനു ശേഷം പിന്നെ അനുവിനോട് ശൈത്യ പറയുന്നുണ്ട് രേണു ആണ് പോകേണ്ടിയിരുന്നത്, സാരില്ല എന്തായാലും അവർ പുറത്തൊന്നും പോയിട്ടില്ലല്ലോ, അവർ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിക്കുന്നുണ്ട്.
പിന്നെ അക്ബർ അങ്ങനെ കുറച്ച് ലേഡീസൊക്കെ കൂടി പറയുന്നുണ്ട് നമ്മുടെയൊക്കെ പേരൊക്കെ പോയി, ഇനി അങ്ങോട്ട് നന്നായിട്ട് കളിക്കുക, അല്ലാതെ വേറെ ഒന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ കിച്ചണിൽ ചെന്നിട്ട് അനീഷ് പറയുന്നുണ്ട് ഞാനാണ് പോയെങ്കിൽ എല്ലാവർക്കും സന്തോഷമായേനെ എന്ന് പറയുന്നുണ്ട്. അക്ബർ പറയുന്നുണ്ട് കയ്യിലിരിപ്പ് നന്നാവണം. നമ്മുടെ അപ്പാനി പറയുന്നുണ്ട് നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ കാണിച്ചു കൂട്ടിയത് എന്തൊക്കെയായിരുന്നു. ആര്യം പറയുന്നുണ്ട് മനുഷ്യത്വം വേണം നിങ്ങൾക്ക് എന്നൊക്കെ നമ്മുടെ അനീഷിനോട് പറയുന്നുണ്ട്. അനീഷ് ഒന്നും മിണ്ടുന്നില്ല കേട്ടാ. പിന്നെ നമ്മുടെ അപ്പാനി, ശരത്തും, സരിക, രേണു, ബിന്നി ഇവരൊക്കെ കൂടി ഇരുന്ന് പറയണേണ്. ആരെക്കുറിച്ചാണ്? നമ്മുടെ അനുമോളെ കുറിച്ച് പറയണേണ്. ഇന്നലെ വരെ പറഞ്ഞ അനീഷിനെ ചതിയെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാണ്, ഇന്ന് അനീഷ് നല്ലവൻ എന്ന് പറയുന്നു, ഇവളെ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ അനുവിനെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് ലൈഫ് സ്റ്റോറി ഒരിടത്ത് പറയാൻ വന്നത് ബിൻസിയാണ്. ബിൻസിയുടെ കുട്ടിക്കാലം, അമ്മ, പ്രൊഫഷണൽ ലൈഫ് ഒക്കെ പറയുന്നുണ്ട്. പിന്നീട് വരുന്ന ആദിലയാണ്. ആദിലയുടെ പ്രൊഫഷണൽ ലൈഫൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കിച്ചണാണ്. രാത്രി ആ കിച്ചണിൽ നിന്ന് അവർ ചപ്പാത്തി എന്തൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അക്ബർ പറയുന്നുണ്ട് ഒരു പാട്ട് നമ്മുടെ അനീഷിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു പറഞ്ഞ് നല്ലൊരു സുന്ദര പാട്ട് പാടുന്നുണ്ട്. അനീഷിന് അത് ഇഷ്ടമായി. കൂടെ അപ്പാനി ശരത്തും ബിൻസിയും ഒക്കെ കൂടി ചേരുന്നുണ്ട്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുന്നു. ഇനി നാളെ വീണ്ടും അടുത്ത എപ്പിസോഡുമായി കാണാം. ബൈ ബൈ.